നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താൽക്കാലികമായി ഗ്രൂപ്പ് പോരുകൾക്ക് ഇവിടെ പരിസമാപ്തി വരികയാണ്. അതിനോടൊപ്പം തന്നെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾക്ക് കോൺഗ്രസ് ഒരുങ്ങുന്നു. തുടക്കം തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമായിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സ്വീകാര്യരായിട്ടുള്ള പുതുമുഖങ്ങളെയാണ് ഇത്തവണ കോൺഗ്രസ് ഇറക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വി.ഡി. സതീശിനെ ഹൈക്കമാൻഡിൽ നിന്നുള്ള നേരിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള നടപടികൾ വളരെ വേഗത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കമാൻഡിൽ നിന്ന് സതീശിനെ ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഏതായാലും കോൺഗ്രസ് ഇറങ്ങി, ഒരു മുഴ മുന്നേ തന്നെ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാം. ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാണ് ഇതിനെ തുടക്കമിട്ടിരിക്കുന്നത്. KS ശബരിനാഥിനെ മുൻനിർത്തിയുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള മത്സരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. 48 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ K. മുരളീധരൻ പ്രഖ്യാപിച്ചു. 51 സീറ്റാണ് ലക്ഷ്യമെന്നും K. മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തങ്ങളുടെ അംഗസംഖ്യ 10 നിന്നും 51 ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് കാലേക്കൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിന് ഇറങ്ങുന്നത്. ഇത്തവണത്തെ പട്ടികയിൽ പുതുമുഖങ്ങളെയും യുവനിരയെയും അണിനിരത്തി CPM-നെയും BJP-യും കൊമ്പ് കുത്തിക്കാനാണ് കോൺഗ്രസ് കച്ചമുറക്കി ഇറങ്ങിയിരിക്കുന്നത്. 48 പേരടങ്ങുന്ന ആദ്യഘട്ട പട്ടികയിൽ 27 വനിതകളുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. KS ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയാകും. കവടിയാർ വാർഡിലാവും ശബരിനാഥ് മത്സരിക്കുക. ശബരിനാഥിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വനിതാ വാർഡ് ആയതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ നിന്ന് മത്സരിക്കുന്നത്. BJP-ക്ക് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെ ജനകീയരും മുതിർന്ന നേതാക്കളും മത്സരിക്കണമെന്ന AICC നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. നിലവിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നതാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. യുവത്വത്തെ ആകർഷിക്കാൻ കഴിവുള്ള ശബരിയെ മുൻനിർത്തിയുള്ള പ്രചാരണം നഗരത്തിലെ വോട്ടർമാരെ, പ്രത്യേകിച്ച് യുവജനങ്ങളെയും വിദ്യാസമ്പന്നരെയും സ്വാധീനിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ലിസ്റ്റിൽ നിന്നും ശബരിനാഥിനെ ആ നറുക്ക് വീണിരിക്കുന്നത്. പൊതുസ്വീകാര്യതയുള്ള മുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ UDF-ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10 സീറ്റുകൾ മാത്രമാണുള്ളത്. ഇതിൽ 8 കോൺഗ്രസിനും 2 ഘടകകക്ഷികൾക്കുമാണ്. കോൺഗ്രസ് ആകെ 48 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വീണ S. നായരും KSU ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായിരുന്നു. ദീർഘകാലത്തിന് ശേഷം UDF തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരുമെന്ന് DCC അധ്യക്ഷൻ N. ശക്തനും വ്യക്തമാക്കി. നാളെ മുതൽ നവംബർ 12 വരെയായിരിക്കും വാഹന പ്രചാരണ ജാഥയെന്നും N. ശക്തൻ പറഞ്ഞു. 30 വർഷമായി കൗൺസിലറായി പ്രവർത്തിക്കുന്ന ജോൺസൺ ജോസഫ് ഉള്ളൂർ, KSU വൈസ് പ്രസിഡന്റ് സുരേഷ് മുട്ടട, മുൻ കൗൺസിലറും അധ്യാപികയുമായ ത്രേസ്യമ്യ തോമസ് നാലാഞ്ചിറ, DCC സെക്രട്ടറി MS അനിൽകുമാർ കഴക്കൂട്ടം തുടങ്ങിയവരടക്കമുള്ളവരുടെ പട്ടികയും പുറത്തുവിട്ടു. വാർഡ് തലത്തിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന വിശേഷണത്തോടെയാണ് KS ശബരിനാഥിന്റെ നേതൃത്വത്തിലുള്ള പട്ടികയിൽ 24-കാരിയായ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷ്. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റായിരുന്ന വൈഷ്ണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ടെക്നോ പാർക്ക് ജീവനക്കാരിയും നിയമ വിദ്യാർത്ഥിനിയുമായ വൈഷ്ണ പേരൂർക്കട ലോ കോളേജിൽ പഠനം തുടരുന്നതിനോടൊപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ നേടി. വിവിധ TV ചാനലുകളിലും പ്രധാന ഷോകളിലും അവതാരകയായി തിളങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ സജീവമായ വൈഷ്ണ KSU വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്നു. ബാസ്കറ്റ്ബോളിലും കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞയുമാണ്. ഇതുകൂടാതെ ആക്കുളം വാർഡിൽ നിലവിലെ കൗൺസിലർ ആക്കുളം സുരേഷിന്റെ ഭാര്യ സുധാകുമാരി സുരേഷും, പാളയം വാർഡിൽ തിരുവനന്തപുരം മുൻ MP A. ചാൾസിന്റെ മരുമകൾ ഷേളിയും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട്. മറ്റു പ്രധാന വാർഡുകളിൽ ഉള്ളൂർ ജോൺസൺ ജോസഫ്, കഴക്കൂട്ടം MS അനിൽകുമാർ, പൗടിക്കോണം ഗാന്ധി സുരേഷ്, ചെങ്കോട്ടുകോണം VA സരിത, ഗൗരീശപട്ടണം സുമ വർഗീസ്, പേട്ട D. അനിൽകുമാർ, നാലാഞ്ചിറ ത്രേസ്യമ്മ തോമസ്, മണക്കാട് ലേഖ സുകുമാരൻ, കുടപ്പനക്കുന്ന് അനിത S. എന്നിവരും സ്ഥാനാർത്ഥികളാകും. കാട്ടായിക്കോണം സുചിത്ര A. കാര്യവട്ടം ജയന്തി, പാങ്ങപ്പാറ നീതു രഘുവരൻ,
പാതിരപ്പള്ളി SP സജികുമാർ, അമ്പലമുക്ക് അഖില, നെട്ടയം ആശ മുരളി, കാച്ചാണി രാജി SP, വാഴോട്ടുകോണം P സദാനന്ദൻ, കൊടുങ്ങാനൂർ S രാധാകൃഷ്ണൻ നായർ, വട്ടിയൂർക്കാവ് ഉദയ്കുമാർ S എന്നിങ്ങനെ വാർഡുകളിൽ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളുടെ പട്ടികയും പുറത്തു വന്നിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചകൾക്ക് ശേഷം ബാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. BJP CPM പോരാട്ടമായി ചുരുങ്ങാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ്. K മുരളീധരനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല. മുരളീധരൻ നയിക്കുന്ന വാഹന പ്രചാരണ ജാഥ നാളെ ആരംഭിക്കും. മുൻ MLA കൂടിയായ ശബരിനാഥിനെ സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെ യുവാക്കളുടെ പിന്തുണ നേടാനായിട്ടുണ്ട്. ഇത് വോട്ടാക്കി മാറ്റുക എന്നാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ LDF വിശിഷ്യ CPM നടത്തിയ പരീക്ഷണം ആവർത്തിക്കുക കൂടിയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. VK പ്രശാന്ത്, ആര്യ രാജേന്ദ്രൻ തുടങ്ങിയ ചെറുപ്പക്കാരെ വെച്ചാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി CPM നഗരസഭ പിടിച്ചെടുത്ത് ഭരണം നടത്തുന്നത്. അതിനാൽ തന്നെ പുതിയ മുഖങ്ങളെയും സ്വീകാര്യരായ നേതാക്കളെയും വെച്ച് വോട്ട് ഉറപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ഇത്തവണത്തെ തന്ത്രം. യുവാക്കൾക്കും വനിതകൾക്കും പരമാവധി സീറ്റ് കോൺഗ്രസ് വീതിച്ചു നൽകും. മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ള പരിചയ സമ്പന്നരെയും പരിഗണിക്കും. വീണ എസ് നായർ, MS അനിൽകുമാർ, GV ഹരി എന്നിവരും മത്സര രംഗത്തുണ്ടായേക്കും. തർക്കമില്ലാത്ത 50ഓളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും തീരുമാനമായിട്ടുണ്ടെന്നാണ് വിവരം. മുൻ സ്പീക്കറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന G കാർത്തികേയന്റെ മകനാണ് ശബരിനാഥ്. കാർത്തികേയന്റെ നിര്യാണത്തെ തുടർന്നാണ് ശബരിയുടെ രാഷ്ട്രീയ പ്രവേശനം. 2015 ഉപതെരഞ്ഞെടുപ്പിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ M വിജയകുമാറിനെ 10,128 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി. 2016 വിജയം ആവർത്തിച്ചു. എന്നാൽ 2021 പരാജയപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന അദ്ദേഹം ഇക്കഴിഞ്ഞ KPCC പുനഃസംഘടനയിലും ജനറൽ സെക്രട്ടറിയായി.